عنه أنه قال لما مات عبد الله بن أبي بن سلول അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ മുനാഫിഖീങ്ങളുടെ നേതാവാണ്. ആ മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ മരിച്ചപ്പോൾ ദുഇയ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുസല്ലി അലൈഹി, നബി തങ്ങളെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു. ഫലമ്മാ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്ന സമയം വസബത്തു ഇലൈഹി, റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ദേഷ്യം കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ചാടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അങ്ങോട്ട് ചെന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ് അതുസല്ലി അലാ ഇബ്നു ഉബയ്യ്, ഈ മുനാഫിക്കിന്റെ നേതാവിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ പോവുകയാണോ നബിയെ? ഫഖദ് ഖാല യൗമ കദാ വകദാ കദാ വകദാ, അങ്ങയെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞിട്ടുള്ളത്, എന്തെല്ലാം ഉപദ്രവങ്ങൾ അങ്ങേക്കും ഈ വിശുദ്ധമാകുന്ന ദീനിനെ അവനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ മുനാഫിക്കിന്റെ നേതാവിന്റെ മേൽ അങ്ങ് മയ്യിത്ത് നിസ്കരിക്കുകയാണോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതമില്ല. കാരണം ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും തമ്മിൽ ഇല്ലാത്ത കള്ളക്കഥകൾ, ഇഫ്ക് എന്ന് പറയും, ആരോപണം, അപവാദവാദം ഉന്നയിച്ച് സമൂഹത്തിൽ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയം, വിശാലമായ സംഭവമാണത്. ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ മാല കളഞ്ഞു പോയപ്പോൾ ഒട്ടകക്കട്ടിൽ നിന്ന് തിരക്കി ഇറങ്ങിയപ്പോഴത്തേക്ക് യാത്രാ സംഘം അങ്ങ് പോയി. ഇവരറിയുന്നില്ല ആയിഷ ബി ഇതിലുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് നബി സഹാബത്ത്. യുദ്ധം കഴിഞ്ഞ് അവസാനം ഈ സഹാബത്തിന്റെ യുദ്ധ സാമഗ്രികളോ എന്തെങ്കിലും വഴിയിൽ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിയെടുത്ത് കളക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ഒരു സഹാബിയെ എന്ത് ചെയ്യും, നിയോഗിക്കും. അങ്ങനെ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആയിഷ ബീവി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല. മൂടുപടം, അതായത് നിക്കാബ് ധരിച്ച് പർദ്ദ ധരിച്ച് നിൽക്കുകയാണ്. ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമിച്ച്. ആരാന്ന് ചോദിച്ചു. അത് ഞാനാണ്, ആയിഷ നബി തങ്ങളുടെ ഭാര്യയാണ്. സംഭവങ്ങൾ പറഞ്ഞു. ഉടൻ തന്നെ സഫ്വാൻ റളിയല്ലാഹു അൻഹു വണ്ടിയിൽ കയറ്റി എന്ത് ചെയ്തു, മദീനയിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ എന്തായി, വേറെ മോശമായ ചിത്രീകരണം നടന്നു. അതിന്റെ ആളാരാണ്, ഈ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലാണ്. അങ്ങനെ അടക്കം. അതുപോലെ തന്നെ നബിതങ്ങൾ മസ്ജിദുൽ ഖുബാഇന്റെ അടുത്ത് ഒരു പള്ളി നിർമ്മിച്ചു. ആര്? ഈ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ. ദുർലാക്കോടുകൂടെയാണ് നബിയെയും സഹാബത്തെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആ പള്ളിക്ക് അല്ലാഹു തആല മസ്ജിദ് ദിറാർ എന്ന പേര് വെച്ചത് കാണാൻ കഴിയും. അവിടെ നിസ്കരിക്കരുത്. സൂറത്തുൽ ബറാഅയുടെ 107-ാമത്തെ ആയത്തിൽ പറയുന്നത് വല്ലദീന തഖദു മസ്ജിദൻ ദിറാറൻ വ കുഫ്റൻ തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാകുന്ന സഹാബത്തിനെയും പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി ദുർലാക്കോടുകൂടെ വെച്ച പള്ളിയാണ്. ആ പള്ളിക്ക് അല്ലാഹു പേരിട്ടത് മസ്ജിദുൽ ദിറാർ, ഉപദ്രവത്തിന്റെ പള്ളിയെന്ന്. അവിടെ നിസ്കരിക്കരുത് എന്ന് പറയുകയും മസ്ജിദുൽ ഖുബായിൽ നിസ്കരിക്കണമെന്ന് പിന്നീട് ആയത്ത് അവതരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദീനിന് ഫസാദ് ഉണ്ടാക്കുന്ന, നബിയെ അങ്ങേക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നടത്തിയ ആളാണ് ഇദ്ദേഹം. അങ്ങ് നിസ്കരിക്കുകയാണോ, മയ്യിത്ത് നിസ്കരിക്കാൻ പോവുകയാണോ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരു പുഞ്ചിരിയാണ്. എന്നിട്ട് വഖാല, പറഞ്ഞു, അഖിർ അന്നി യാ ഉമർ, ഉമറെ കുറച്ചങ്ങോട്ടൊന്ന് മാറി നിൽക്കുമോ? പക്ഷേ ഫലമ്മ അക്സറത്തു അലൈഹി, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ വീണ്ടും അങ്ങോട്ട് പറഞ്ഞു. ഇവന്റെ ഒരുപാട് മോശമായ കാര്യങ്ങളും ഞാനിങ്ങനെ അധികരിപ്പിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖാല ഇന്നി ഖുയ്യിർതു ഫഖ്തർതു, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലാഹു നൽകപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് തിരഞ്ഞെടുത്തു. എന്ത് വേണമെന്ന് ഞാൻ എന്ത് ചെയ്തു, തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ലൗ അഅലമു അന്നി ഇൻ സിദ്തു അല 70 യുഗ്ഫറു ലഹു. എന്താ പറഞ്ഞത്? 70 തവണ അധികം അവന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെങ്കിൽ ഞാൻ അത്രയും അധികരിപ്പിക്കുമായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി. പറയാൻ കാരണം സൂറത്തുൽ മുനാഫിഖീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു, നബിയെ ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും ദാലിക ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. സൂറത്തുൽ മുനാഫിഖീന്റെ 80-ാമത്തെ സൂക്തമാണ്. എന്ന് പറഞ്ഞാൽ 70 പ്രാവശ്യം അവർക്ക് വേണ്ടി, മുനാഫിഖീങ്ങൾക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ചോദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവർക്ക് എന്ത് ചെയ്യില്ല, ഫലൻ യഗ്ഫിറ ലഹും, പുറത്തു കൊടുക്കൂല. കാരണം എന്താ? അവർക്ക് ഉള്ളിൽ വിശ്വാസമില്ല, അകത്ത് എന്തില്ല, ഈമാനില്ല. വെളിയിൽ പറയും അള്ളാഹുവിനെ റസൂലിനെ വിശ്വസിക്കുന്നു എന്ന് പറയും. അതാണ് മുനാഫിഖീങ്ങൾ, നിഫാഖ്, കപട വിശ്വാസികൾ എന്നാ പറയുന്നത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, അല്ലേ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അപ്പോ അങ്ങനെയുള്ള ഈ മുനാഫിഖീങ്ങളാകുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 70 പ്രാവശ്യം അങ്ങ് പാപമോചനത്തിന് വേണ്ടി ചോദിച്ചാലും ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? 70 പ്രാവശ്യം ഇങ്ങനെ എണ്ണി എണ്ണി പറയണമെന്നല്ല. നമ്മൾ പറയാറില്ലേ, 100 പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞു ചെയ്യരുത് 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 എന്ന്, അവൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം പറഞ്ഞു എന്നാണോ? അല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം പറയുകയാണ്. എന്നതുപോലെ 70 പ്രാവശ്യം ചോദിച്ചാലും പുറത്തു കൊടുക്കുക, അതൊരു ശൈലിയാണ്, പ്രയോഗമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആ റഹ്മത്ത്, കാരുണ്യമാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. എന്താണ്? വിവരങ്ങൾ പറയുകയാണ്, 70 തവണ 70 അധികം ചോദിച്ചാൽ അല്ലാഹ് പുറത്തു കൊടുക്കും എന്നെനിക്ക് അറിവ് കിട്ടിയിരുന്നുവെങ്കിൽ ലസിത്തു അലൈഹ, ഞാൻ അതിൽ അധികം അവന് വേണ്ടി എന്ത് ചെയ്യും? പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കാല ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നത് ആരാണ് ഉദ്ധരിക്കുന്നത്? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാൻ പറയുകയാണ്, ഫസല്ല അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിച്ചു. അങ്ങനെ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ്, ഇനിയാണ് വിഷയം, നോക്കിക്കോണം. സുമ്മൻ സറഫ, നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി അങ്ങോട്ട് മടങ്ങിയതേ ഉള്ളൂ. ഫലം യംകുസു ഇല്ലാ യസീറ, ഒരു അല്പ സമയം കഴിഞ്ഞില്ല. ഹത്താ നസലത്ത് അൽ ആയത്താൻ മിൻ ബറാ, അതാണ് സൂറത്തുൽ ബറാഅത്തിന്റെ 2 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് ഇറക്കുകയാണ്. എന്ത്? വലാ തുസല്ലി അലാ അഹദി മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബരിഹി ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. നബിയേ, ഇനി മേലിൽ മുനാഫിഖീങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല ഒരു കാരണവശാലും. എന്ന് മാത്രമല്ല, വലാ തഖും അലാ ഖബരിഹി, അവരുടെ ഖബറിന്റെ അരികിൽ പോയി നിൽക്കരുത്, ദുആ ചെയ്യരുത്. ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, തീർച്ചയായും അല്ലാഹു ആകുന്ന എന്നെയും എന്റെ പ്രവാചകനാകുന്ന ദൂതനായ അങ്ങയും അവിശ്വസിച്ചവരാണ്. വമാതു വഹും ഫാസിഖൂൻ, അവർ മരിക്കുന്നത് ഫാസിഖീങ്ങളായിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമാകുന്ന സൂറത്തുൽ ബറാഅത്തിന്റെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സംഭവം പിന്നീട് പറയുമ്പോൾ മഹാൻ പറയുകയാണ്, ഫഅജിബ്തു ബഅദു മിൻ ജുർഅത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഇദിൻ, ഈ ആയത്ത് അവതരിച്ച ആ ദിവസം, ഈ സംഭവം നടന്ന ദിവസം എനിക്ക് അത്ഭുതമാവുകയാണ്. കാരണം ഞാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ച അമിതമായ എന്റെ ധൈര്യം, ജുർഅത്ത് എന്ന് പറഞ്ഞ ധൈര്യം, അന്ന് ഞാൻ കാണിച്ച എന്റെ ആ ധൈര്യവും ആവേശവും ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് എന്ത് അത്ഭുതം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ വല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുമാണ് യഥാർത്ഥ കാര്യങ്ങൾ അറിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുനാഫിഖീങ്ങളോട് പോലും, ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോലും, നബിയെയും സഹാബത്തിനെയും അനാവശ്യമായി മോശമായി ചിത്രീകരിക്കുന്ന, പ്രത്യേകിച്ച് നബിയെ ഒരുപാട് ഉപദ്രവങ്ങൾ, മക്കയിൽ നബി തങ്ങൾക്ക് ഖുറൈശികൾ ഉപദ്രവങ്ങളായിരുന്നുവെങ്കിൽ മദീനയിൽ വന്നപ്പോൾ മുനാഫിഖീങ്ങളെ ഉപദ്രവമായിരുന്നു. അവരോട് പോലും നബി തങ്ങളെ ആ ഒരു റഹ്മത്ത്, കാരുണ്യമാണ് ഇവിടെ നിഴലിച്ചു നിൽക്കുന്നത്. അവർ രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ, അപ്പോ ആ കാരുണ്യമാണ് ഒന്നത്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടായിരുന്നു അള്ളാഹുവിന്റെ നിലപാട്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ, അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിക്കിന്റെ നേതാവിന് ഒരു മകനുണ്ട്, പേര് അബ്ദുള്ള എന്നാണ്. പക്ഷെ അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം ആരാണ്? സ്വഹാബിയാണ്. അപ്പോ അദ്ദേഹം സ്വഹാബിയാണ്, നബി തങ്ങളെ വിശ്വസിക്കുന്ന, നബി തങ്ങളോട് വലിയ സ്നേഹമുള്ള ആളാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയങ്ങളുണ്ട്. ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ അബ്ദുള്ള എന്ന് പറയുന്ന സഹാബി നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. വന്നിട്ട് നബി തങ്ങളെ കമീസ് ചോദിക്കുകയാണ്. എന്തിനാ? തന്റെ വാപ്പയ്ക്ക് കഫം പൊതിയാൻ വേണ്ടി.
അങ്ങനെ കമ്മീസ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഊരിക്കൊടുത്തു. ആ സമയത്തും ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞിരുന്നു, നബിയെ കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല, കാരണം അവൻ മുനാഫിക്കല്ലയോ നബിയെ. നബി തങ്ങളുടെ ആ കരുണ കൊണ്ട് കൊടുത്തത്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, കുഫറിൽ നിന്ന് അവനെ എന്ത് ചെയ്തില്ല, കുഫറിൽ നിന്നോ അള്ളാഹുവിന്റെ അദാബിൽ നിന്നോ ഈ എന്റെ വസ്ത്രം കൊണ്ടുപോയി ധരിച്ചത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം എല്ലാത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് വിശ്വാസം അങ്ങോട്ടുള്ളിലേക്ക് ഇറങ്ങണം. മനസ്സിലായോ? അപ്പൊ ആ വിശ്വാസമില്ലാതെ എത്ര ബറക്കത്ത് ഉദ്ദേശിച്ച് നബിതങ്ങളെ കുപ്പായം വെച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയിട്ടും എന്തില്ല, കാര്യമില്ല. എല്ലാത്തിന്റെ അടിസ്ഥാന തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള വിശ്വാസമാണ്.